നീ ഇനി തയ്യാറായില്ലേ? പാടത്ത് പണിക്ക് പോകാൻ നേരമായി. നീ ശാപ്പാടത്തോണ്ട് വേഗം വാ. ആ വരുന്നേ. ശാപ്പാടെല്ലാം പൊതിയാക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുളക് ചമ്മന്തി, ചുട്ട പപ്പടം കൂടെ എടുത്തിട്ടുണ്ട്. വേഗം നമുക്ക് പോകാം. താമസിച്ച് എന്നാലേ പാടത്ത് പഠിക്കാൻ തമ്പ്രാക്കൾ സമ്മതിക്കില്ല. എടി മോളെ, എടി നീ അവിടെ എന്തെടുക്കുവാ? വേഗം വാ. ആ അമ്മേ, ഞാൻ വരുന്നു. വേഗം നമുക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ കുട്ടിക്ക് ഒരു ആലോചന വന്നിരിക്കുന്നു. തെക്കേ ഇല്ലത്ത് നിന്ന ചെക്കന്റെ വീട്ടുകാർ വലിയ തറവാടികളാണത്രേ. അതെ അതെ, നമ്മുടെ കുട്ടിക്ക് പറ്റിയ ആലോചന. തെക്കേ ഇല്ലത്തെ ആളുകൾ വലിയ തറവാടികളാണ്. നമ്മുടെ കുട്ടിക്ക് പറ്റിയ ആലോചന. നമ്മുടെ വടക്കേ തോട്ടിലെ ആദായത്തിന്റെ കണക്ക് എഴുതി വച്ചിട്ടുണ്ടല്ലോ അല്ലേ? കുട്ടിയുടെ വേടിക്ക് നല്ലൊരു തുക ചെലവാകുമേ. അതെല്ലാം നമ്മുടെ കാര്യത്തിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്.
ഈ വർഷം കൃഷിയൊക്കെ മോശമായതുകൊണ്ട് കുടിയാളന്മാർ കൊടുക്കേണ്ടിയിരുന്ന പാട്ടത്തിന്റെ പകുതി മാത്രമേ നമ്മൾ ഇത്തവണ കൊടുത്തുള്ളൂ. അതുകൊണ്ട് നമുക്കുള്ള വരുമാനത്തിന് ഒരു കുറവുണ്ടായിട്ടില്ല. താൻ വെളുക്കനാണോ നമ്പൂരി? തന്നെ പോലുള്ളവരാ നമ്മുടെ മുതൽക്കൂട്ടേ. ആ കുടിയാളന്മാർ എല്ലാം പോയി തുലയട്ടെ. നമുക്ക് നമ്മുടെ നിലനിൽപ്പാണ് പ്രധാനം. അതെ അതെ, അവറ്റകൾ കുറച്ചു ദിവസം പട്ടിണി കിടക്കട്ടെ എന്ന്. അപ്പോൾ പണത്തിന്റെ കാര്യത്തിൽ ഒരു ആശങ്ക വേണ്ട അല്ലയോ? എന്നാ പിന്നെ നമുക്ക് നമ്മുടെ കുട്ടിയുടെ വേലി അങ്ങ് ഉറപ്പിക്കല്ലയോ? ശരി ശരി, എന്നാ പിന്നെ അത് എത്രയും പെട്ടെന്ന് നടക്കുക. എന്നാ പിന്നെ അങ്ങ് നടക്കുക. ശരി, നമുക്ക് പോകാം. ഏയ്, വഴി മാറുക. അവസാനം തമ്പുരാൻ വരുന്നത് കണ്ടില്ലേ? വഴി മാറാൻ പറഞ്ഞിട്ടും വഴി മാറാത്ത ഇവർ അഹങ്കാരിയാണ്. രജനി, തമ്പുരാൻ മാപ്പാക്കണം. അടിയന്റെ കാലിൽ ചെണ്ടി കൊടുത്തതുകൊണ്ടാ. ഹേയ്, അസ്ത്രീകൾ
ഉഷ്ണം. കഷ്ടം തന്നെ ഈ ജീവജാലങ്ങളുടെ കാര്യം. ഒരിറ്റു ജലം നൽകി ഇവരുടെ ദാഹം ശമിപ്പിക്കുവാൻ ആരും ഇവർക്ക്. കഷ്ടം. എന്റെ തത്തമ്മേ, എന്തിനാണ് ഇങ്ങനെ കരയുന്നേ? ചൂട് സഹിക്കുന്നില്ല അല്ലേ? ആര് നീ ആ തത്തക്കുള്ളി നോക്ക്. ദാഹിച്ച് തൊണ്ട പൊട്ടുമ്പോഴും എന്ത് ഭംഗിയായിട്ടാണ് ഓള് പാടണത്. എന്നാ ഓ വെള്ളം വേണോ? അവിടെ ആ കാണുന്ന കിണറ്റിൽ നല്ല തെളിനീരുണ്ട്. ഇപ്പൊ വരാട്ടോ. അല്ലെങ്കിൽ നീ എന്റെ കൂടെ വാ. ഞാൻ നിനക്ക് വെള്ളം കോരി തരാം. ആഹാ, അമ്പടി കള്ളി, നീ ഇവിടെ ഒളിച്ചു നിൽക്കുക. നമുക്ക് വെള്ളം കൊടുക്കാം. പിടിച്ചിരുന്നു കേട്ടോ. നീ അവിടെ നിനക്ക് ഞാനേ ഇപ്പൊ വെള്ളം കോരി തരാട്ടോ. സുന്ദരമായ കാഴ്ച. സൂര്യതാപമേറ്റലയുന്ന പ്രാണികളുടെ ദാഹമകറ്റാൻ തന്നെയാണ് ഈ പുണ്യവതി ജലമെടുക്കുന്നത്. എത്ര നല്ല സമയത്താണ് നാം ഇവിടെ എത്തിയത്. എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു. അല്പം ജലം തരുമോ? അയ്യോ, വേണ്ട വേണ്ട, വേണ്ട. ചണ്ടാലയോ? എന്തിനാണ് നീ ഭയക്കുന്നത്? അയ്യോ, ഞാൻ ചണ്ടാലി, ഗ്രാമത്തിന് പുറത്ത് വസിക്കുന്ന ചാമനായന്റെ കിടാത്തി മാതലി. അതിന് മാതലി, ഞാൻ നിന്റെ ജാതി ചോദിച്ചില്ലല്ലോ. എന്റെ ദാഹമകറ്റാൻ അല്പം ജലമല്ലേ ചോദിച്ചുള്ളൂ. അയ്യോ, ജലമോ? എന്റെ കയ്യിൽ നിന്നോ? ഏതൊരു തൊട്ടുപോകാൻ പ്രാണികളാണ് ഇവിടെ. അങ്ങനെ നിൽക്കുന്നത് പോലും അപരാധമാണ്. എന്നോട് പൊറുക്കണേ. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീ മാവുവരുണ്ടോ? ഭീതി വേണ്ട, തരികതെനിക്കു നീ എന്നുടനെ കരകുടം നീട്ടിനാൻ.
ആരാണ് ഈ തേജസ്വി? വിഷാദിക്കാരിയായ എൻ്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ച ഈ പുണ്യാത്മാവ് ആരാണ്? നിങ്ങൾ വന്നോ? എന്നെ ഇത്ര വൈകിയേ? പണി തീർന്നില്ല. നല്ല പണിയായിരുന്നു, അതാ ഇത്ര വൈകിയത്. ഞാൻ പോയി മേല് കഴുകിയിട്ട് വരാം. എങ്കിൽ ശരി, മേല് കഴുകിയിട്ട് വാ. നമ്മുടെ മോളെന്തേ? അവള് വെള്ളം എടുക്കാൻ പോയി ഇതുവരെ വന്നില്ല. എവിടെ പോയി ഇരിക്കാണോ? അവളെ ഇവിടെ എവിടെയെങ്കിലും കാണും. അല്ല മാധവി, നീ വന്നോ? ഇത്രയും നേരം നീ എന്നാ ചെയ്തേ? നീ എന്നടി ഒന്നും മിണ്ടാതെ ആ വെള്ളം എടുത്തിട്ട് വാ. നിന്നോട്ടില്ലേ പറഞ്ഞേ, കാത് കേട്ടില്ലേ നിനക്ക്? ഒരാളെ കണ്ടു, ദൈവത്തെ പോലൊരാളെ. ഓൻ ഈ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ചു. നീ എന്നെ പറഞ്ഞേ? നമ്മ ചണ്ടാളെ, തൊട്ടുകൂടാത്തവര്, തീണ്ടിക്കൂടാത്തവര്, നീ ആൾക്കാരെ വെള്ളം കൊടുത്തേ? ഓൻ ആരെന്ന് എനിക്കറിയില്ലമ്മ. എനക്ക് ഓനെ ഇനിയും കാണണം. അയ്യോ അയ്യോ, എന്റെ പെണ്ണിന് എന്ത് പറ്റി? അയ്യോ, ഞങ്ങളുടെ മലദൈവങ്ങളെ, ഞങ്ങളുടെ പെണ്ണിനെ രക്ഷിക്കണേ. വേണ്ടാത്തതൊന്നും തോന്നിപ്പിക്കല്ലേ. അയ്യോ എന്റെ പെണ്ണ്, അയ്യോ അയ്യോ. എന്താ എന്ത് പറ്റി? നമ്മുടെ പെണ്ണ് വെള്ളം കോരാൻ പോയി വന്ന് ആരെയോ കണ്ടിട്ട് എന്തൊക്കെയോ സുഖപ്പെട്ട്. നീ സമാധാനപ്പെടും. നമ്മുടെ മോൾക്കൊന്നും വരില്ല. നമുക്ക് മലദേവങ്ങളുടെ പോയി തിരി കൊടുത്തിട്ട് വരാം. എല്ലാം ശരിയാകും. നീ പോയി തിരി എടുത്തിട്ട് വാ. മോളെ, നീ സമാധാനപ്പെടും. എന്റെ മലദൈവങ്ങളെ, ഞങ്ങളുടെ പെണ്ണിനെ കാത്തുകൊള്ളണേ. നീ ആ തിരിയെടുത്തോണ്ട് വേഗം വാ. നീ സമാധാനായിരിക്കും. നിനക്കൊന്നും ആവില്ല. നമ്മൾ പോയി തിരികെത്തിച്ചിട്ട് വരാം. വാ, വേഗം വാ, നമുക്ക് പോയി തിരികെത്തിച്ചിട്ട് വരാം. ഞങ്ങളുടെ മലദൈവങ്ങളെ, ഞങ്ങളുടെ പെണ്ണിനെ കാത്തോളണേ, ഒന്നും വരുത്തരുതേ. അയിത്തമില്ല എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ചപ്പോൾ ലോകം ആദ്യമായി കണ്ടപോലെ. അപ്പോൾ നീയും ഒരു മനുഷ്യനാണല്ലേ? ആ കരയാനും അതിനധികം തെളിതീപം പോലുള്ള ഓനെയും എനിക്ക് മറക്കാനാവുന്നില്ല. ഇത്ര തിളക്കമാണ് ആ കണ്ണുകൾക്ക്.